നിങ്ങൾ വിഡ്ഢികളാകുന്നത് നിർത്തും കേട്ടോ. നിങ്ങളുടെ ലൈഫ് അത്ര വലിയ മോശമൊന്നുമല്ല. നമ്മുടെ ലൈഫിൽ നമ്മൾ ചിന്തിക്കുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലേ. നമ്മുടെ ലൈഫ് മോശമാണ്, നമ്മൾ ബാഡ് ആണെന്നൊക്കെയാണ് നമ്മൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചിന്തകളാണ്, നമ്മുടെ തോട്ട്സ് ആണ് നമ്മുടെ ലൈഫിനെ എപ്പോഴും ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. നമ്മുടെ ലൈഫിൽ നമ്മുടെ എന്ത് കാര്യങ്ങളും നമ്മൾ ഒരു കാര്യം വരുന്നതിനേക്കാൾ മുമ്പ് നമ്മൾ അതിനെ ചിന്തിച്ച് കൂട്ടി നമ്മുടെ ലൈഫ് മോശമാണെന്ന് നമ്മളാണ് സ്വയം ചിത്രീകരിക്കാറ്. ഒരു കുഞ്ഞു സ്റ്റോറി പറയാട്ടോ. എൻ്റെ ലൈഫിൽ തന്നെ ഞാൻ കുട്ടികളെ പഠിക്കുമായിരുന്നു, എവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തൊക്കെ ഞാൻ വളരെ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ വളർന്ന ഒരു മകളാണ്. അതുകൊണ്ട് തന്നെ അച്ഛൻ നമ്മളെ പഠിപ്പിക്കാൻ വിട്ടത് ഒരു +2 കഴിഞ്ഞവിടെ തന്നെ ഡിപ്ലോമ കാണാൻ അയച്ചിട്ടുണ്ടായിരുന്നത്. കാരണം എൻ്റെ ഒരു മാർക്ക് പ്രകാരം നമ്മുടെ ഈ നാട്ടിൽ ഒരേ ഒരു കോളേജ് മാത്രമാണ് ബികോം കിട്ടാൻ ചാൻസ് ഉള്ളത്. അതാണ് അത്രയും റഷാണ്. അപ്പം അങ്ങനെ പോയി കഴിഞ്ഞാൽ കിട്ടാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ അതിലേക്ക് അധികം പോയില്ല. അതുകൊണ്ട് തന്നെ ഡിപ്ലോമക്ക് ചേർത്തു. ഗവൺമെന്റ് അങ്ങനെ പഠിക്കാലോ എന്ന് വെച്ചിട്ട് അങ്ങനെ പോയി. വലിയ താല്പര്യമുള്ള കോഴ്സൊന്നും അല്ലായിരുന്നില്ല, എന്നാലും ഞാൻ പോയി. കാരണം നമ്മുടെ സാഹചര്യം അങ്ങനെയായിരുന്നു. അങ്ങനെ പഠിച്ചു. പഠിക്കാൻ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ പഠിച്ചവന് വലിയ നിലയിലെത്തുന്ന ഒരു അത്രയും അല്ലെങ്കിൽ പോലും കുറച്ച് പാസ്സായി പോണ രീതിയിൽ പഠിക്കുന്ന ഒരാളാണ്. അപ്പോൾ അത് കഴിഞ്ഞു. പക്ഷേ നമ്മുടെ ലൈഫൊക്കെ ഒരു വളരെ ലോ ക്ലാസ് ഫാമിലി കേട്ടോ. അതുകൊണ്ട് തന്നെ ചേച്ചിന് ഒരു 23 വയസ്സിലാണ് കല്യാണം കഴിച്ചു വിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പം എൻ്റെ കാര്യത്തിലാണെങ്കിൽ 21 വയസ്സാകുമ്പോഴേക്കാണ് ഞാൻ ഡിപ്ലോമ കഴിഞ്ഞ് കംപ്ലീറ്റ് ചെയ്തത്. പക്ഷേ എൻ്റെ ഉള്ളിൽ ഞാൻ ആഗ്രഹിച്ച കാര്യം എനിക്കൊരു ഗ്രാജുവേഷൻ, എനിക്ക് ഡിഗ്രി കിട്ടണം എന്നുള്ളതായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അത് അച്ഛനോട് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒരു ഗവൺമെന്റ് കോളേജിലേക്ക് പോകാനുള്ള ഒരു ചാൻസ് ഇല്ല, ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ ഓക്കെ പറഞ്ഞു. കാരണം എൻ്റെ അച്ഛനിൽ ഞാൻ പ്രൗഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്, മക്കളെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ അവർ ഒരിക്കലും നോ എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ സിറ്റുവേഷൻസ് പലപ്പോഴും നമ്മളെ കൊണ്ട് ബാക്കോട്ടേക്ക് വരുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ആ സിറ്റുവേഷനിൽ ഞാൻ ഇറങ്ങി തിരിച്ചു. ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ആക്കുമ്പോഴേക്കും എനിക്ക് 23 വയസ്സൊക്കെ കഴിഞ്ഞ് 24ാമത്തെ വയസ്സാണ്ടായിരുന്നു. അപ്പം അത്രയും വയസ്സായിട്ട് കല്യാണം കഴിച്ചില്ല, അല്ലെ കല്യാണം നോക്കിയില്ല എന്നുള്ള ഞാൻ പറഞ്ഞ ഒറ്റൊരു കാര്യമാണ്, എനിക്ക് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ കല്യാണം വേണ്ടുള്ളൂ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അച്ഛനും അമ്മ ഇത് ലാക്കായി. നമ്മളെപ്പോലത്തെ സാധാരണ ഫാമിലിയിൽ ഇരിക്കുന്ന ആൾക്ക് അങ്ങനെയൊക്കെ ലാക്ക് ചെയ്ത് നിൽക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം കേട്ടോ. അപ്പം അങ്ങനെ ഇരിക്കുക കല്യാണം വന്നു. പിന്നെ ഞാൻ അതിനൊന്നും ഒഴിവൊന്നും പറഞ്ഞില്ല, കല്യാണം കഴിച്ചു. പക്ഷെ കല്യാണം കഴിച്ചു വന്നപ്പോഴും എൻ്റെ ലൈഫിലെ കരിയറാണോ ലൈഫാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചൂസ് ചെയ്ത ലൈഫാണ്. അത് ഞാൻ തന്നെ ചൂസ് ചെയ്ത ഒരു കാര്യം കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും കൂടി തീരുമാനിച്ചിരിക്കുന്ന കാര്യമായിരുന്നു. ഒരാള് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുട്ടികളെ ഒരിക്കലും തനിച്ചാക്കി രണ്ടുപേരും കരിയറിലേക്ക് പോവാതെ കുഞ്ഞുങ്ങളുടെ ലൈഫിൽ എപ്പോഴും ഒരു ഗൈഡായിട്ട് ഒരാൾ കൂടി ഉണ്ടാവണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചതാണ്. അങ്ങനെയാണ് എൻ്റെ ലൈഫിൽ ഈ ഒരു പക്ഷേ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവണം എന്ന് പറഞ്ഞ് വാശി പിടിക്കേണ്ട ആവശ്യമില്ല. കാരണം എൻ്റെ ഹസ്ബൻഡ് അങ്ങനെ ഒന്നിനും റെസ്ട്രിക്റ്റഡ് ഒന്നും അല്ല, എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് നോക്കുന്നത്, ആൾ അയച്ചാലും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ പേരിൽ എനിക്ക് ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസി വേണമെന്നുള്ള ഒരു മൈൻഡ് ഇല്ല കേട്ടോ. പക്ഷേ എനിക്ക് വെറുതെ ഇരിക്കുകയാണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു വല്ലാത്ത ഒരു തോന്നലുള്ളിൽ ഇങ്ങനെ കിടന്ന് ഞാൻ ഭയങ്കരമായിട്ട് എൻ്റെ ചിന്തകളിൽ ഞാൻ എപ്പോഴും ഇങ്ങനെ ചിന്തിച്ചു കൂട്ടിക്കൊണ്ടിരുന്നു. എനിക്കൊന്നും ചെയ്യാനില്ല. ഞാനൊരു ഇങ്ങനെ പ്രത്യേകിച്ച് ഫ്രണ്ട്സിനൊക്കെ കാണുന്ന സമയത്താണെങ്കിൽ പോലും അവരൊക്കെ വർക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആയി വരുമ്പോഴും ഞാൻ ചൂസ് ചെയ്ത എൻ്റെ ലൈഫാണ്, ആരും അടിച്ചേൽപ്പിച്ചൊന്നും അല്ല. പക്ഷെ എനിക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണമായിരുന്നു. എനിക്ക് കുഞ്ഞുങ്ങളെ തനിച്ചാക്കിയിട്ടുള്ളൊരു ലൈഫിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല. അവരുടെ ലൈഫിൽ അവർ കൂടെ നടക്കണം, അവർക്ക് കൂടെ അവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്ത് വേണം എന്നുള്ളത് ഞാൻ തിരഞ്ഞെടുത്ത ഒരു കാര്യം കേട്ടോ. അത് രണ്ടും കൊണ്ടുപോകുന്ന അമ്മമാരുണ്ട്, അത് സൂപ്പറാണ്. അപ്പം അങ്ങനെ കാരണം ആ ഒരു രീതിയിൽ ഞാൻ വളർന്നു വന്ന സാഹചര്യം എല്ലാം അങ്ങനെയാണ്. അപ്പം ഞാൻ ഈ ലൈഫിനെ എനിക്ക് ഒതുക്കി വയ്ക്കുന്നതിനോടൊരു ഇഷ്ടക്കുറവുണ്ടായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ തിരഞ്ഞെടുത്ത ഒരു പ്ലാറ്റ്ഫോമാണിത്. ഇതിൽ സക്സസ് ആണോ സക്സസ് അല്ലോ എന്നൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. കാരണം എൻ്റെ ലൈഫിൽ ഞാൻ എനിക്ക് വേണ്ടി ന്യൂ ക്രിയേഷൻസ്, എൻ്റെ ചിന്തകളിൽ ഞാൻ എപ്പോഴും എന്തെങ്കിലുമൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കണം എന്ന് വിചാരിച്ച് ഞാൻ എടുത്തൊരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ലൈഫിൽ പലപ്പോഴും പല ആൾക്കാരും ഇതുപോലെയാണ്, ഒരു സ്ഥലത്ത് ഇരുന്ന് പോയിട്ട് ചിന്തിച്ചു തുടങ്ങും, ഞാൻ ഇങ്ങനെ ആയിപ്പോയല്ലോ, എൻ്റെ കരിയർ ഇങ്ങനെ ആയിപ്പോയല്ലോ, അല്ലെങ്കിൽ എനിക്കൊരു ഹാപ്പിനെസ് ഇല്ലല്ലോ. പക്ഷേ എൻ്റെ വീട്ടിലുള്ള എൻ്റെ നെയ്ബേഴ്സ് ഒക്കെ ചിന്തിക്കുന്നത് അവൾ നല്ലൊരു ലൈഫിലേക്ക് പോയി, അവൾ കല്യാണം കഴിച്ചൊരു നല്ലൊരു ലൈഫാണ്, അങ്ങനെയാണ്. പക്ഷെ ഞാൻ അവിടെ ഇരിക്കുന്ന സമയത്തും അയ്യോ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, എൻ്റെ ലൈഫിൽ എന്താ ഇങ്ങനെ എന്നുള്ളൊരു ചിന്തയിലായിരുന്നു ഞാനുണ്ടായിരുന്നത്. കാരണം മറ്റൊരാളുടെ കണ്ണിൽ എൻ്റെ ലൈഫ് വളരെ ബ്യൂട്ടിഫുൾ ആണ്, പക്ഷെ എൻ്റെ ഉള്ളിൽ എൻ്റെ ലൈഫ് എന്ന് പറയുന്നത് ഒന്നും ഫുൾഫിൽ ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്നത് പോലെ ഒരു ഫീൽ ചെയ്തു. അങ്ങനെ ഞാൻ തിരഞ്ഞെടുത്ത ഒരു പ്ലാറ്റ്ഫോമാണ് ഇത്. അപ്പം നമ്മുടെ ലൈഫാണ്, നമ്മുടെ ലൈഫിലെ ചിന്തകളാണ് നമ്മുടെ ലൈഫിൽ എപ്പോഴും എന്താണ് നമ്മുടെ പ്രോബ്ലംസും നമ്മുടെ സൊല്യൂഷൻസും ഒക്കെ നമ്മുടെ ലൈഫിൽ നമ്മുടെ ചിന്തകളാണ്. ഇതാണ് ഞാൻ ഇവിടെ പറഞ്ഞു വരാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ സ്റ്റോറി കൂടെ പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മൾക്ക് പ്രോബ്ലംസും അതേപോലെ തന്നെ നമ്മുടെ ഓപ്പർച്യൂണിറ്റി നമ്മൾ തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ ചിന്തകളിലൂടെയാണ്. നമ്മുടെ ചിന്തകളിൽ നമ്മളിപ്പം നമുക്കൊരു സിറ്റുവേഷൻസ് വന്നു, നമ്മുടെ ലൈഫിൽ ഒരു സിറ്റുവേഷൻ ഒരു സമയത്ത് വന്നു, നമുക്ക് മുന്നേ എന്തെങ്കിലുമൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്കൊരു സിറ്റുവേഷൻസ് മുമ്പിലേക്ക് വരുമ്പോൾ നമ്മൾ അതിനെ ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ ചിന്തിക്കാം, നമ്മൾക്ക് ഇത് ബാഡ് ആയിരിക്കും, ഇത് അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ അത് ബാഡ് ആയിരിക്കും, നമുക്ക് ഒരു സന്തോഷം ഉണ്ടാവില്ല, അത് നമുക്ക് ഒരു കുഴപ്പമൊന്നുമില്ല, അത് അങ്ങനെ അങ്ങ് പോകുമെന്ന് ചിന്തിക്കുകയാണെങ്കിൽ അത് നമുക്ക് ഒരു കുഴപ്പം ഉണ്ടാവില്ല. ചില ആൾക്കാർ എന്ത് സിറ്റുവേഷൻസ് നമ്മുടെ കയ്യിലേക്ക് കിട്ടി കഴിഞ്ഞാൽ അതിനെപ്പറ്റി കൂടുതൽ ചിന്തിച്ച് അയ്യോ എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കും, അല്ലെങ്കിൽ
പ്രയാസം ഉണ്ടാക്കുമെന്ന് ചോദിച്ച് കുത്തിരിക്കും. ചില ആൾക്കാരാണെങ്കിൽ ആ വക കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് ഇറ്റ്സ് ഓക്കെ, ഇത് ലൈഫിൽ വരുന്ന ഒരു ഭാഗമല്ലേ പോട്ടെ എന്നുള്ളത്. ചില ആൾക്കാർക്ക് എല്ലാം ഉണ്ടാവും, ലൈഫിൽ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. പക്ഷെ അവരുടെ ചിന്തകൾ കാരണം അവർക്ക് അതൊന്നും സന്തോഷമായിട്ട് എടുക്കാനൊന്നും പറ്റില്ല. അവർക്ക് എപ്പോഴും ബാഡ് മാത്രം ചിന്തിച്ച് പോയിട്ട് അവർക്ക് ഒന്നിനും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ ലൈഫിനെ തന്നെ സന്തോഷമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിൽ അവരിയ്ക്കും. സോ നമ്മുടെ ചിന്തകളാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ആക്കുന്നത്. ഇപ്പൊ രണ്ടുപേരുടെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരേ സിറ്റുവേഷൻസ് രണ്ട് പേരിലുണ്ടെങ്കിൽ ഒരു വ്യക്തി അത് നല്ല രീതിയിൽ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ പോകുന്നുണ്ടാവും. ചിലപ്പം അതിന്റെ എൻഡിലെ റിസൾട്ട് എന്തായിക്കോട്ടെ, പക്ഷെ ആ ഒരു സമയത്ത് നമ്മുടെ മൈൻഡ് സെറ്റ് ചെയ്യുന്നത് നമ്മളാണ്. അപ്പോൾ ഒരു വ്യക്തി ബാഡായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ബാഡായി തന്നെ പോകും. ആ വ്യക്തി ഒരു ഇത് കുഴപ്പമൊന്നുമില്ല വന്നു പോട്ടെ എന്നുള്ള രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ലൈഫിൽ അങ്ങനെ തട്ടാതെ മുട്ടാതെ പോയി പോകും. അത് നമ്മുടെ ലൈഫ് നമ്മളാണ് ചിന്തിക്കേണ്ടത്. ഇല്ല, എന്റെ ലൈഫിലായിക്കോട്ടെ എന്റെ എല്ലാ കാര്യങ്ങളും ഞാനാണ് വരച്ചിട്ടുള്ളത്. എന്റെ ലൈഫിൽ ഞാൻ എങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ എന്റെ ലൈഫ് എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളത് ഞാനാണ് വരച്ചിട്ടുള്ളത്. ഇപ്പം നമ്മൾക്ക് പലരും നമ്മുടെ ലൈഫിലേക്ക് വന്നു ചേരാം. അതിനെപ്പറ്റി നമ്മൾ മുന്നേ ആലോചിച്ചിരുന്ന് സങ്കടപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ടെൻഷൻ അടിച്ചിട്ടോ ഒരു കാര്യമില്ല കേട്ടോ. പ്രത്യേകിച്ച് ഞാൻ എന്റെ എക്സ്പീരിയൻസ് പറയാം. എനിക്ക് 2 മക്കളാണുള്ളത്. അതിൽ ഒരാളുടെ മൂത്ത മോള് പ്രസവിച്ച ആ ഒരു സമയത്ത് അവൾ വളർന്നു വരുന്ന ഓരോ മൈൽ സ്റ്റോണും ഞാൻ അനുഭവിച്ച ടെൻഷൻസ്. അതൊന്നും എന്താ സംസാരിക്കാതെ, അയ്യോക്ക് എന്താ പല്ല് വരാതെ, ഇവളെന്താ നടക്കാതെ, ഞാൻ ആലോചിച്ച് ഇതൊക്കെ കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ എനിക്ക് എന്റെ ലൈഫിനെ ഒന്ന് തിരിഞ്ഞ് വായിച്ചു നോക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. തിരിഞ്ഞ് വായിച്ചു നോക്കിയപ്പോൾ ഞാൻ എന്തിനാണ് ഇങ്ങനെ ടെൻഷൻസ് അടിച്ചില്ലെങ്കിൽ ഇതിനെപ്പറ്റി ബോധേഡായി ചിന്തിച്ചുകൊണ്ടേ ഇരുന്നത്. നടന്നില്ലെങ്കിൽ എന്താ നടക്കാത്ത, കാലിന് എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണോ, പല്ല് വരാത്തതുകൊണ്ട് പല്ലിനി വരില്ലേ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തിനാ ചിന്തിച്ചുകൊണ്ടേണ്ട ആവശ്യം. അത് കുഞ്ഞ് ഓട്ടോമാറ്റിക്കലി നടക്കുന്ന കാര്യമില്ല. ഇപ്പൊ 2ാമത് ബേബി ആയപ്പോൾ എനിക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ ചിന്ത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഞാൻ അതിനെ അതേപോലെ വിട്ടു. കാരണം ഞാൻ ഇങ്ങനെ അവൾ സംസാരിച്ചില്ലല്ലോ, എന്താ സംസാരിക്കാത്ത, അവൾ സംസാരിച്ചോളൂ, അല്ല അവൾ അത് എന്റെ എക്സ്പീരിയൻസ്, പാസ്റ്റ് എക്സ്പീരിയൻസിന് ഞാൻ മാറ്റി ഞാൻ ചിന്തിച്ചു തുടങ്ങി. അങ്ങനെയാണ് നമ്മുടെ ലൈഫിൽ നമുക്ക് 2 രീതിയിൽ നമ്മൾ ചിന്തിക്കാം. നമ്മുടെ ലൈഫിൽ നമ്മൾ എന്താണോ നമ്മളുടെ പോരായ്മ അതിനെ മനസ്സിലാക്കി നമ്മൾ തിരുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ചില ടൈം ഞാൻ എൻ്റെ ലൈഫിലുള്ള കാര്യങ്ങൾ വെറുതെ ചിന്തിച്ചു കൂട്ടിയിട്ട് ഞാൻ ഒന്നും നല്ല രീതിയിൽ പോണ കാര്യമായിരിക്കും, നല്ല ഒരു കുഴപ്പമില്ലാതെ പോകുന്ന കാര്യമായിരിക്കും. അതിൽ വരെ ഞാൻ നോക്കിയിട്ട് അയ്യോ ഒന്നും ഇതെന്തായാലും നാളെ ശരിയാവില്ല, ഇതങ്ങനെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. നമ്മളുടെ ഇമേജ്, നമ്മളുടെ ക്രിയേറ്റിവിറ്റി, നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ച് കൂട്ടുന്ന കാര്യങ്ങളാണ് നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ വില്ലൻ. നമ്മളതിനെ ഒരിക്കലും അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കാൻ പോവാതെ അതിനെ നമ്മൾ അതേപടി വിടുകയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ എന്താണോ സംഭവിക്കാൻ പോകുന്നത്, അത് നമ്മൾക്ക് കിട്ടുന്ന ബ്ലെസ്സിങ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തായിക്കോട്ടെ, അത് അതുപോലെ സംഭവിക്കും. നമ്മൾ ചിന്തിച്ചതിന്റെ പേരിൽ അത് കൂടാനോ അല്ലെങ്കിൽ അത് കുറയാനോ പോണില്ല. അങ്ങനെ പിന്നീടാണ് ഞാൻ റിയലൈസ് ചെയ്തത്, എന്റെ സിറ്റുവേഷൻസ് അല്ലെങ്കിൽ എന്റെ ലൈഫിലുള്ള എന്റെ സിറ്റുവേഷൻസ് എല്ലാം ബാഡ്. എനിക്ക് പണമില്ല, അല്ലെങ്കിൽ എനിക്ക് എല്ലാവരെയും പോലെ അത്രയും പദവിയില്ല, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു സ്ഥാനമാനമില്ല, അല്ലെങ്കിൽ എനിക്ക് അത്രയും ഭംഗിയില്ല, ഇതൊന്നുമല്ല, ഈ ഒരു കാര്യങ്ങളൊന്നും അല്ല ബാഡ്. എൻ്റെ ലൈഫേ അല്ല ബാഡ്, എൻ്റെ ചിന്തയാണ് ബാഡ് എന്ന് എനിക്ക് മനസ്സിലായി തുടങ്ങി. നമ്മൾ ഓരോരുത്തരുടെയും ചിന്തകളാണ് നമ്മൾക്ക് മോശമായിട്ടുള്ളത്. നമ്മളുടെ ഒരു എക്സ്പീരിയൻസിൽ അല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ ഒരു സിറ്റുവേഷനെ നമ്മൾ മുൻനിർത്തി അതിനെപ്പറ്റി നമ്മൾ നല്ല രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലത് വരുമെന്നും ഞാൻ പറയുന്നില്ല. അതിന്റെ എൻഡ് ഓഫ് ദ റിസൾട്ട് ചില സമയത്ത് എന്തായിക്കോട്ടെ, പക്ഷെ ആ സമയത്ത് നമുക്കതിനെ മാനേജ് ചെയ്യാൻ പറ്റും. നമ്മൾ ആദ്യമേ ഓൾറെഡി ചിന്തിച്ചു കൂട്ടി നെഗറ്റീവ് ക്രിയേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ലൈഫിനെ എപ്പോഴും ഒരു അൺഹാപ്പി ആക്കി വെക്കും. ഞാൻ എൻ്റെ ലൈഫിലേക്ക് ചേഞ്ച് വരുത്തിയത്, എനിക്കിനി വരാൻ പോകുന്ന സിറ്റുവേഷൻസ് അത് എങ്ങനെ വേണമെങ്കിലും ആകട്ടെ, അത് എൻ്റെ കയ്യിലുള്ള കാര്യമില്ല. പക്ഷേ ആ വരാൻ പോകുന്ന കാര്യത്തെ പറ്റിയിട്ട് ഞാൻ ചിന്തിക്കുന്നതാണെങ്കിലും അത് വന്ന് കഴിയുമ്പോൾ ഞാൻ റിയാക്ട് ചെയ്യുന്നതാണെങ്കിലും അത് എൻ്റെ കയ്യിലുള്ള കാര്യമാണ്. അതിനെയാണ് ഞാൻ ചിന്തിക്കേണ്ടത്, അതിനെയാണ് ഞാൻ മാറ്റേണ്ടത്. അല്ലെങ്കിൽ ഈ വരാൻ പോകുന്ന കാര്യം ഇങ്ങനെയാവുമോ അങ്ങനെയാവും എന്നുള്ള ചിന്തകളല്ല വേണ്ടത്. ഒരു സിറ്റുവേഷൻ അങ്ങനെ നമ്മുടെ ലൈഫിലേക്ക് വന്നാൽ ആ സമയത്ത് ഞാൻ റിയാക്ട് ചെയ്യാം. അത് ഗുഡ് ആണെങ്കിൽ ഓക്കെ, അമിതമായി സന്തോഷിക്കാനൊന്നും പോകുന്നില്ല, ഐ എം ഹാപ്പി. അതേപോലെ ബാഡ് ആണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, ഇതിനേക്കാൾ വലുത് നല്ലതൊന്നും എനിക്ക് വരാനിരിക്കുന്നുണ്ടെന്ന് വെച്ചിട്ട് സമാധാനിക്കുക എന്നുള്ളതാണ് ഞാൻ പഠിച്ചിട്ടുള്ള, എൻ്റെ ലൈഫിൽ ഞാൻ പഠിച്ചിട്ടുള്ള കാര്യം കേട്ടോ. ഒരു സിറ്റുവേഷൻ നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ല. നമ്മുടെ ലൈഫിലേക്ക് നമുക്ക് വരുന്ന സിറ്റുവേഷൻസ് ഒന്നും നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ല. പക്ഷെ നമ്മൾ എങ്ങനെയാണ് ചിന്തിക്കേണ്ടതെന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ ഞാൻ ഇങ്ങനെ ചിന്തിക്കുള്ളൂ, അതിനെ നെവർ മൈൻഡ് ആയിട്ട് വിടും. അതിനെ എനിക്ക് ഡിസൈഡ് ചെയ്യാം ഞാൻ എങ്ങനെ ചിന്തിക്കണം. അത് വെറുതെ ഒരു കാര്യത്തിന് ചിന്തിച്ച് എൻ്റെ മനസ്സ് സന്തോഷവും കാര്യങ്ങളൊക്കെ കളയാതെ അതിനെ ഭയങ്കര സില്ലിയായിട്ട് വിടാൻ വേണ്ടിയിട്ട് എൻ്റെ മനസ്സിനെ പാകപ്പെടുത്താൻ ഞാൻ ഏത് രീതിയിലൊക്കെ ചിന്തിക്കണമെന്ന് ഡിസൈഡ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റും. ഇപ്പൊ നിങ്ങൾ ഈ ഇരുന്ന് കാണുന്ന നിങ്ങൾക്ക് തന്നെ അവള് സൂപ്പർ ആണല്ലോ, അടിപൊളിയാണല്ലോ, ലൈഫ് സൂപ്പർ ആണല്ലോ ആയിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം. പക്ഷെ എൻ്റെ ലൈഫിൽ ഞാൻ അങ്ങനെയാണോ ചിന്തിക്കുന്നത്? ഞാൻ സൂപ്പർ ആണോ എന്നല്ല, എനിക്ക് എൻ്റെ പരാതികളായിരിക്കാം. അയ്യോ എനിക്ക് അതില്ലല്ലോ, എനിക്ക് ഇതില്ലല്ലോ, എനിക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളാണല്ലോ, ഇതായിരിക്കാം ഞാൻ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷെ അതേപോലെ നിങ്ങളുടെ കണ്ണിൽ ഞാൻ സൂപ്പർ ആയിരിക്കാം, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര വെൽ സെറ്റിൽഡ് ആയിരിക്കാം. പക്ഷെ എനിക്ക് എൻ്റെ ചിന്തകളിലാണ് ഞാൻ അങ്ങനെ കാണേണ്ടത്, എൻ്റെ ചിന്തകളിലാണ് ഞാൻ അങ്ങനെ ചിന്തിക്കേണ്ടത്. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ചിന്തകളിലാണ് ഞാൻ സൂപ്പറാണ്, ഞാൻ അടിപൊളിയാണ്, അല്ലെങ്കിൽ എനിക്ക് എല്ലാം സൂപ്പറാണ്, ഇനി എന്ത് വന്നു കഴിഞ്ഞാലും ഞാൻ അതിനെ നേരിടും, എനിക്ക് ഇറ്റ്സ് ഓക്കെ, എല്ലാം നോർമലാണ്, അല്ലെങ്കിൽ എല്ലാം കൂളാണെന്ന് നമ്മളോട് ചിന്തിക്കും. നമ്മൾ മറ്റുള്ളവരെ നോക്കി പറഞ്ഞത് അവൻ സൂപ്പർ ആട്ടോ, അവന്റെ ലൈഫ് നല്ല വെൽ സെറ്റിൽഡാ, ആ രീതിയിൽ ചിന്തിക്കുന്നത്. എന്റെ ലൈഫ് എന്ന് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അവരുടെ ലൈഫിനെ അവരാണ് ചിന്തിക്കേണ്ടത്. അവർ ചിന്തിക്കുന്നത് തന്നെയായിരിക്കും ഓന്റെ ലൈഫ് അടിപൊളി സൂപ്പറാ അല്ലേ. നമ്മളെല്ലാവരും അങ്ങനെയാണ് ചിന്തിക്കുന്നത്. അപ്പൊ നമ്മളെല്ലാവരും ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. നമ്മുടെ ചിന്തകളാണ് നമ്മളെ എപ്പോഴും മാറ്റിമറിച്ചുകൊണ്ടേയിരിക്കുന്നത്. അപ്പം എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, ഇത് കേട്ടിട്ട് നിങ്ങളെല്ലാവരും എന്താണ് നിങ്ങളെപ്പറ്റി ചിന്തിക്കാറ്?
ആ ചിന്തിക്കുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടോ? ഞാൻ ഈ പറഞ്ഞതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ? ശരിയാണല്ലോ, അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മാറ്റം വരുത്താൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ എല്ലാത്തിനെയും അപ്രോച്ച് ചെയ്യുന്നത് അയ്യോ എനിക്കൊന്നും കൊള്ളില്ല എന്നുള്ള രീതിയിലാണ് നിങ്ങളുടെ ചിന്തകൾ പോകുന്നതെങ്കിൽ അതിനെ പാടെ വിട്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ ഒന്ന് മാറ്റാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളുടെ ചിന്തകളൊന്ന് മാറ്റാൻ വേണ്ടി ശ്രമിക്കുക. ഇനിയിപ്പം അടുത്ത നിമിഷം ഒരു എക്സാം ഉണ്ട്, ആ എക്സാമിന് എഴുതാൻ ഞാൻ ഒന്നും എഴുതില്ല, എനിക്കൊന്നും കിട്ടില്ല, ഇങ്ങനെയൊക്കെ ചിന്തിക്കുക. അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതിനെപ്പറ്റി നമ്മൾ ഓവറായിട്ട് തിങ്ക് ചെയ്യാതെ അല്ലെങ്കിൽ ഓവറായിട്ട് അതിനെപ്പറ്റി ചിന്തിക്കാതെ നമ്മുടെ ചിന്തകളെ അവിടെ സ്റ്റോപ്പ് ചെയ്യുക. നമ്മുടെ ലൈഫിൽ നല്ലത് വരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ എൻഗേജ്ഡ് ആയിട്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ നിങ്ങളുടെ ചിന്തകളിൽ നല്ല കാര്യങ്ങൾ മാത്രമേ ചിന്തിക്കാൻ വേണ്ടി ഇനി ശ്രമിക്കുക. നിങ്ങളിപ്പോൾ നിങ്ങൾ ഈ ഒരു ചോദ്യം നിങ്ങളോട് ചോദിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് ആൻസർ കിട്ടുന്നത്, ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ആൻസർ ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ചിന്തകളെ മാറ്റും. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് ചിന്തിക്കുക, ഞാൻ എൻ്റെ നല്ല കാര്യങ്ങളെ ചിന്തിക്കൂ, മറ്റൊരാളെ കാണുമ്പോൾ ആ വ്യക്തിയുടെ നല്ല കാര്യങ്ങളെ ചിന്തിക്കൂ എന്നുള്ളൊരു ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ എല്ലാ ചിന്തകളിലെയും നിങ്ങളുടെ സിറ്റുവേഷൻസ് എല്ലാം മാറി നിങ്ങൾക്ക് വലിയ വലിയ ഓപ്പർച്യൂണിറ്റികളായിട്ട് വരും. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നേട്ടങ്ങൾ നേടി തുടങ്ങും. നിങ്ങളുടെ ലൈഫിന്റെ ഉള്ളിൽ നിങ്ങളൊരു ഹാപ്പിനെസ് കണ്ടു തുടങ്ങും. അതേപോലെ തന്നെ നിങ്ങളുടെ സിറ്റുവേഷൻസ് ഒക്കെ മാറി നിങ്ങൾ ഭയങ്കര ബോൾഡ് ആവും. തീർച്ചയായിട്ടും ഇതുപോലെ നിങ്ങൾ ചിന്തിച്ച് നോക്കുക. നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ ചിന്തകൾ നിങ്ങളാണ് എഴുതേണ്ടത്. നിങ്ങളുടെ ലൈഫിൽ ഒരു സിറ്റുവേഷൻ കണ്ടിട്ട് അത് നിങ്ങൾ അങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും എന്നാണ് നിങ്ങൾ എഴുതുന്നെങ്കിൽ നിങ്ങൾ ഡൗൺ ആയി പോകും. അല്ല, നിങ്ങളുടെ ലൈഫിന്റെ കാര്യങ്ങൾ നിങ്ങൾ വരയ്ക്കുകയാണ്, അതൊരു ഗുഡ് മെസ്സേജ് ആയിട്ട് നിങ്ങൾ വരയ്ക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ വളരെ ബോൾഡ് ആവും. അതേപോലെ തന്നെ നിങ്ങളുടെ ലൈഫിന്റെ ഉള്ളിലേക്ക് നിങ്ങൾക്ക് ഹാപ്പിനെസ് കൊണ്ടുവരാനും പറ്റും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.